ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ചൂടുകാലം എത്തിയല്ലേ? അതുകൊണ്ട് ഇന്ന് നമുക്ക് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടൊരു മീൽ പ്രിപ്പ് ചെയ്താലോ? അതിൻ്റെ കുറച്ച് ഐഡിയാസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചൂടുകാലത്ത് മീൽ പ്രിപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് മീൽ പ്രിപ്പ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ പതിവ് പോലെ നമ്മൾ ചെയ്യുന്ന മീൽ പ്രിപ്പ് വീഡിയോസിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചൂടുകാലത്തെ അതിജീവിക്കാനും കൂടിയുള്ള കുറച്ച് കാര്യങ്ങൾ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചൂടുകാലത്ത് പച്ചക്കറികളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ നമുക്ക് ഇലക്കറികൾ ലഭ്യമല്ല, ഷോപ്പിൽ നിന്ന് ലഭ്യമല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് മുളപ്പിച്ചതിന് ശേഷം കറി വെച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ സാലഡിലൊക്കെ ഇട്ട് ഇളക്കി അത് കഴിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിലും നമ്മളത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചീരയ്ക്കകത്ത് അല്പം 1-2 മുട്ടയോ ഒക്കെ പൊട്ടിച്ചൊഴിച്ച് ഒന്നും കൂടെ ഗുണമേറെയുള്ളതാക്കാൻ നമ്മളെ സഹായിക്കും. ഇങ്ങനെ മുട്ടയൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഈ ചീരത്തോരൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നാരങ്ങ വെള്ളം വളരെ ശരീരത്തെ നന്നായിട്ട് തണുപ്പിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ചൂടുകാലത്ത് ഏറ്റവും നല്ല ഹെൽത്തി ഡ്രിങ്കാണിത്. അപ്പോൾ ഇതുപോലെ ഒരു ഐസ് ട്രേയിലേക്ക് നാരങ്ങ പിഴിഞ്ഞ്, നല്ല പഴുത്ത നാരങ്ങ ആയിരിക്കണം കേട്ടോ. അപ്പോൾ പിഴിഞ്ഞ് ഇതുപോലെ ട്രേയിലാക്കി വെക്കും. അതിനുശേഷം അത് കട്ടയായി കഴിയുമ്പോൾ അത് പുറത്തെടുത്ത് ഒരു ചെറിയൊരു ഗ്ലാസ് ടിന്നിനകത്ത് അടച്ച് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ ടയേർഡായിട്ടൊക്കെ ജോലി കഴിഞ്ഞൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇച്ചിരി തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ ഇത് കൂടി ഒരു ഐസ് ക്യൂബ് എടുത്ത് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് തന്നെ ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതെല്ലാം നമുക്ക് ഉപ്പ് തന്നെ ചേർത്ത് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം പഞ്ചസാര കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് നാരങ്ങ കട്ട് ചെയ്യാൻ പോകണ്ട, പിഴിയാൻ പോകണ്ട. ഇതുപോലെ നമുക്ക് കുറേ ദിവസങ്ങൾ 2-3 ആഴ്ചയിലേക്ക് നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. 2-3 ട്രേയിലാക്കി നമുക്ക് റെഡിയാക്കി വെച്ചാൽ ഇതുപോലെ നമുക്ക് കുറേ ദിവസങ്ങളിലേക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഉപകാരപ്രദമാണ്. ഞാനിവിടെ എപ്പോഴും വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. പെട്ടെന്ന് പുറത്തൊക്കെ പോയിട്ട് കയറി വരുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ കുടിക്കുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ചൂടത്തുനിന്ന് വന്ന അന്നേരം ഇത് കുടിക്കരുത്, അത് ദോഷം ചെയ്യും. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ശരീരം പയ്യെ ഒന്ന് കൂളായി വരുന്ന സമയത്ത് വേണം ഇതെടുത്ത് കഴിക്കാനായിട്ട്. അപ്പം വയറിനും നല്ല സുഖമായിരിക്കും, നമുക്ക് പെട്ടെന്നൊരു ഉന്മേഷം തോന്നും. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും ഇതുപോലെ വാട്ടർമെലണൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും വേനൽക്കാലത്ത് ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം ഇതിൻ്റെ ഒരു 80%-90% വാട്ടർ കണ്ടൻ്റാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അതുപോലെ ഗുണം ചെയ്യും. നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ, എന്ന് പറഞ്ഞാൽ നമുക്ക് തനിയെ വെള്ളമൊക്കെ കുടിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും. വീട്ടിൽ ചിലപ്പോൾ തന്നെ ഇരിക്കുന്നവരും അല്ലെങ്കിൽ ഒത്തിരി ജോലിഭാരം ഇല്ലാതെ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ വെള്ളം കുടിക്കാൻ എനിക്കാണെങ്കിൽ മടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് കഴിക്കാൻ നമുക്കൊരു ഉത്സാഹമായിരിക്കും. അപ്പോൾ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ചൂടുകാലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് 2-3 പാത്രങ്ങളിലായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്നാക്ക് ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് പുറത്തെടുത്ത് വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ 1-2 പീസ് എടുത്ത് കഴിക്കാം. അപ്പം വെള്ളം കുടിച്ച ഒരു പ്രതീതി നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ശരീരം നന്നായിട്ട് തണുക്കും. വയറ് നമുക്കിങ്ങനെ തണുത്തിറങ്ങി പോകുന്നത് നമുക്കറിയാം. അപ്പോൾ ജോലി കഴിഞ്ഞൊക്കെ മടുത്ത് വരുമ്പോൾ ഇതുപോലൊക്കെ കട്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെടുത്തൊരു 10 മിനിറ്റ്, ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തൊരു 10 മിനിറ്റോ 15 മിനിറ്റ് അല്ലെങ്കിൽ 5-10 മിനിറ്റ് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് ആ കഠിനമായ തണുപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ എടുത്ത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ചായ പോലുള്ള സാധനങ്ങളൊക്കെ വൈകുന്നേരം വന്നിട്ട് കുടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടത്തുനിന്ന് വന്നിട്ട് വീണ്ടും ചൂട് ചായ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനൊരു തണുപ്പ് കിട്ടത്തില്ലല്ലോ. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തിയാണ് താനും. പിന്നെ നമ്മൾ പച്ചക്കറിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇതുപോലെ ക്യാരറ്റ്, വെള്ളരിക്ക, ബീൻസ്, ക്യാബേജ് അതുപോലെയുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ചേക്കുക. ഇപ്പം ഞാൻ ഈ ആഴ്ചത്തേന് ഇതുപോലെ സാലഡ് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ കൂടുതലും പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക നമ്മൾ സാധാരണ മീൽ പ്രിപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ആഴ്ച നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സാലഡൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് കട്ട് ചെയ്യാനൊന്നും പോകണ്ട. ഒരു ബൗളിലേക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് തൈര് ചേർത്തോ അല്ലാതെയോ ഒക്കെ നമുക്ക് പെട്ടെന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ എപ്പോഴും അരിഞ്ഞ് ഇതുപോലൊരു സ്റ്റോറേജ് ബോക്സിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ സ്റ്റോറേജ് ബോക്സിൻ്റെ ലിങ്ക് എന്നോട് കുറേ പേര് ചോദിച്ചു. ഞാനിത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓൺലൈൻ പർച്ചേസിൻ്റെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട്, നേരത്തെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ധാരാളമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ചോറ്, അളവിൽ കുറച്ച് ചോറ്, തോരൻ, തൈര്, സാലഡൊക്കെ പരമാവധി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ലഘുവായ ഭക്ഷണമൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ചൂടുകാലത്ത് ഒത്തിരി ഹെവി ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല. രാവിലെ ഇപ്പോൾ ജോലിക്ക് പോകാനുള്ളവരും കുട്ടികളെ സ്കൂളിൽ വിടാനുള്ളവരും ഒക്കെ ഇതുപോലെ ഇപ്പം നമ്മൾ സ്റ്റോറേജ് ബോക്സിലൊക്കെ അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആക്കുക. കുറച്ച് കുരുമുളക് പൊടി, ഒരല്പം ഉപ്പ്, പിന്നെന്താ ഒരു സവാള. ഉള്ളി ഒത്തിരി നല്ലതാണ് കേട്ടോ, ഈ സാലഡിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ കഴിക്കുന്നത് ഈ ചൂടുകാലത്ത് ഒത്തിരി നല്ലതാണ്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ എരിവൊക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. കുറച്ച് കുരുമുളക് പൊടിയേ ആഡ് ചെയ്യാവുള്ളൂ, കാരണം കുരുമുളക് അത്ര നല്ലതല്ല നമുക്ക് ചൂടുകാലത്ത്. അതിപ്പോൾ കറികളിലാണെങ്കിലും കുരുമുളക് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എരിവ് കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേണം നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്യാതെ ഇങ്ങനെയാണെങ്കിലും നമുക്ക് കഴിക്കാം. ഒരല്പം നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലൊരു കവറിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്കതെടുത്ത് മറ്റൊരു പാത്രത്തിലേക്കാക്കി പോകാവുന്നത്. നമുക്ക് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ ഫുഡിലേക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഇതുപോലെ സവാളയൊക്കെ നമുക്ക് പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ രാവിലെ എന്നല്ല, എപ്പോഴാണെങ്കിലും സവാള അരിയുമ്പം നമുക്ക് ഒട്ടും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ല. ഞാനൊക്കെ സവാള അരികത്തൂടെ പൊളിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും. ചൂട് കാലത്ത് എനിക്ക് കുടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ സംഭാരം. ഇതൊരു ഗ്ലാസ് അങ്ങ് എടുത്ത് കുടിച്ചിട്ടുണ്ടേ പിന്നെ ഉണ്ടല്ലോ, ചോറും വേണ്ട ഒന്നും വേണ്ട, പിന്നെ കുറേ നേരത്തിന് വിശപ്പ് പോലും അറിയാൻ. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തൈര് എടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പറയേണ്ട കാര്യമില്ലായിരിക്കും. 1 കപ്പ് തൈര് എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ കുറച്ച് ഉപ്പിടുക, 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നെ ഞാനിപ്പോൾ ആദ്യം കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തേക്ക് ചേർക്കുക. അതായത് ഉള്ളി ചതച്ചത്, പച്ചമുളക്, അതൊക്കെ എരിവൊന്നും ഒത്തിരി വേണ്ടാത്തവർ അതനുസരിച്ച് ചേർത്താൽ മതി. കറിവേപ്പില നന്നായിട്ട് പിച്ചിയിടുക. പിന്നെ നാരകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒത്തിരി നല്ല, നാരകത്തിൻ്റെ ഇല 2 എണ്ണം ചെറുതായിട്ടൊന്ന് പിച്ചിയിടുക, നല്ലൊരു രുചി കിട്ടും അതിന്. പിന്നെ ഉള്ളി ചതച്ചത്, ഇഞ്ചി ചെറിയൊരു കഷ്ണം ചതച്ചത്, ഇതെല്ലാം കൂടി ഇട്ടങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ അങ്ങ് അടച്ചങ്ങ് വെച്ചേക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തങ്ങ് വെക്കുക. 2 or 3 ദിവസം ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളും. നമുക്ക് ആവശ്യമുള്ളപ്പം പുറത്തെടുക്കുക, ഒരു ഗ്ലാസ്സിലേക്ക് ഊറ്റി വെക്കുക, ആവശ്യമുള്ളത് ഒഴിച്ചെടുത്ത് അവിടെ വെക്കുക. അതിനുശേഷം നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തണുപ്പോട് കൂടി കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം, തണുപ്പ് കുറച്ച് കുടിക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട്. അല്ലെ തന്നെ ഇതിനൊരു തണുപ്പുണ്ടല്ലോ, മോരും വെള്ളത്തിന് എപ്പോഴും ഒരു തണുപ്പുണ്ട്. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ, ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് തണുപ്പിക്കും. നമുക്ക് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വിശപ്പ് പോലും അറിയത്തില്ല, അത്രയും ടേസ്റ്റാണ് ഈ സംഭവം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമുക്ക് ചൂട് കാലത്ത് ഇതുപോലെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ് ഇതങ്ങ് കുടിച്ച് കഴിയുമ്പോൾ, അത്രയും നല്ലതാണ്. പിന്നെ അടുത്തത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന നമ്മുടെ സ്വന്തം ഇളനീര്, കരിക്കും വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മേടിക്കുമ്പോൾ ഒന്ന് നോക്കി മേടിക്കുന്നത് നന്നായിരിക്കും. നന്നായിട്ട് അറിയാവുന്നവരൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കുലുക്കിയൊക്കെ നോക്കി അതിനകത്ത് വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കി വാങ്ങിക്കും. അറിയത്തില്ലാത്തൊരു 3 കരിക്കെന്നൊക്കെ പറഞ്ഞ് എടുക്കും, വെട്ടുമ്പോൾ അതിനകത്ത് വളരെ കുറച്ച് വെള്ളം മാത്രമേ കാണുകയുള്ളൂ. എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി. ആദ്യത്തെ കരിക്ക് വെട്ടിയപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. അതെന്നെ വല്ലാതെ അങ്ങ് നിരാശപ്പെടുത്തി. പക്ഷേ കരിക്ക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തേങ്ങാ പരുവത്തിലേക്കായി പോയിരുന്നു. അല്ലാണ്ട് തന്നെ ഇങ്ങനെ സ്പൂണും കൊണ്ട് കടിച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണെങ്കിൽ അതിനുള്ളിൽ നിറയെ വെള്ളം കാണും. ഈ തേങ്ങാ പരുവത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം തീരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ നോൺ വെജ് ഒക്കെ എടുക്കുമ്പോൾ മീൻ, ചിക്കനൊക്കെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പോത്തിറച്ചി അല്ലെങ്കിൽ പന്നിയിറച്ചിയൊക്കെ ഈ ചൂട് കാലത്ത് ഒത്തിരി നല്ലതല്ല. ചിക്കനും മീനും ഒക്കെ ആണെങ്കിൽ അത് കറി വെച്ച് കൂട്ടാൻ ശ്രമിക്കുക. ഒരുപാട് എരിവൊന്നും ഇല്ലാണ്ട് കാശ്മീരി മുളക് പൊടിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കറി വെച്ച് കൂട്ടുന്നതായിരിക്കും നല്ലത്. എപ്പോഴും എരിവ് കുറച്ച് തന്നെ കറി വെക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഒത്തിരി എരിവൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഈ ചൂട് കാലത്ത് അത്ര നല്ലതല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഈ ഒരാഴ്ചത്തെ മീൽ പ്രപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മീൽ പ്രപ്പ് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മീൽ പ്രപ്പിൽ ചൂടുകാലത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു മീൽ പ്രപ്പ് വീഡിയോ അല്ല.
ചൂട് കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ അറിവുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമായിരിക്കും. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ കമൻറ്റായിട്ടാണ് ഉൾപ്പെടുത്തുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അതൊരുപാട് ഉപകാരപ്രദമായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് കുറച്ച് ആളുകളും കൂടി വന്നു ചേർന്നിട്ടുണ്ട്. അവരോടെല്ലാവരോടും ഒരുപാട് സ്നേഹവും അന്വേഷണവും അറിയിക്കുന്നു. ഇനിയും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ നല്ല നല്ല വീഡിയോസുകൾ ചെയ്യുവാനും ഒക്കെ നമുക്കൊരു പ്രചോദനമാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. Thanks for watching.